ജിൻഡോ ജോൺ, ഈ ഇപിയുടെ കാര്യത്തിലും മുകേഷിന്റെ കാര്യത്തിലും CPM നേതൃയോഗം എടുത്ത നിലപാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ജയരാജനെതിരെ എന്തിൻ്റെ പേരിലാണ് ഇന്ന് നടപടിയെടുത്തതെന്ന് കൂടി CPM നേതൃത്വം പറയേണ്ടതാണ്. കാരണം അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് BJPയുടെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും എന്നുള്ളതിനെ അത്തരത്തിലുള്ള അഭിപ്രായം തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളൊക്കെയായി. അതിൻ്റെ പേരിലാണോ, എന്തിൻ്റെ പേരിലാണ്? അല്ലല്ല, അതിൽ അവ്യക്തതയൊന്നും വേണ്ട. രണ്ട് കാര്യങ്ങൾ കൃത്യമായി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. LDFന് അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതി ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്നു തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത്. രണ്ട് കാരണവുമുണ്ട്. പിന്നെ ജിൻഡോയ്ക്ക് എന്താ സംശയം? അല്ല, അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യമാണെങ്കിൽ, അതായത് തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹം BJPക്ക് അനുകൂലമായിട്ട് ഉള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ പേരിലാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും അതിന് ശേഷമൊക്കെ നിരന്തരം പറയുന്ന വാദങ്ങൾ CPM അംഗീകരിച്ചു എന്നുള്ളതിന് തുല്യമാണ്. BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് LDFൻ്റെ കൺവീനർ തന്നെ ഇവിടെ ഒരുക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്ന വിമർശനം. അത് CPM നേതൃത്വം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ EP ജയരാജൻ എതിരെ എടുത്തിട്ടുള്ള നിലപാട്. മുൻകാലങ്ങളിലും EP ജയരാജൻ ഇത്തരത്തിലുള്ള പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്, പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം വിമർശനം ഉയരുമ്പോൾ EP ജയരാജനെ സംരക്ഷിച്ച് നിർത്തിയ പാർട്ടി ഇപ്പോൾ EP ജയരാജനെതിരെ നടപടിയെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ പലതും മൂടി വയ്ക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഈ CPMനകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ണൂർ ലോബിക്കകത്ത് നടക്കുന്നു. കാരണം ഈ തമ്മിലടിച്ച് തകരുന്ന കുലമായി മാറാൻ പോവുകയാണ്. ഒരുപാട് ആളുകളുടെ രക്തം ചിന്തിയ, ഒരുപാട് ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു കൂടിക്കാഴ്ചയുടെ പേരിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇത്രയും തലയെടുപ്പുള്ള ഒരു നേതാവിനെ വീട്ടിലിരുത്തുക എന്ന നടപടിയെടുത്ത ദിവസമാണിന്ന്. അല്ല, നമ്മൾ അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഈ ഒരു കൂടിക്കാഴ്ചയുടെ പേരിലാണെങ്കിൽ ഈ നടപടി എന്നേ എടുക്കണമായിരുന്നു. ഈ CPM പോലെ ഇത്രത്തോളം ആലോചനകളും പഠനങ്ങളും അല്ലെങ്കിൽ സംവാദങ്ങളും ചർച്ചകളും നടത്തുന്ന ഒരു പാർട്ടി EP ജയരാജൻ അന്ന് നടത്തിയ കൂടിക്കാഴ്ച തെറ്റായിരുന്നുവെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്? അല്ലല്ലോ. PV അൻവർ എന്ന് പറഞ്ഞ ഭരണപക്ഷത്തെ MLA ഇന്നൊരു മറ്റൊരു പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്ന ക്രമസമാധാന ചുമതല പാലനം നടത്തുന്ന ADGP MR രാജ്കുമാറിനെ പോലുള്ള ആളുകളുടെ നിർദ്ദേശാനുസരണമാണ് തൃശ്ശൂര് CC അംഗമാണ് ഇദ്ദേഹം, അല്ലെ? എന്ന് മാത്രവുമല്ല, ഈ വിവാദമായ ഈ കൂടിക്കാഴ്ചയുടെ സ്ഥിരീകരണം എന്ന് നടത്തിയോ EP, അതിന്റെ പിന്നാലെ തന്നെ അന്ന് പിണറായി വിജയൻ EPയെ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ അന്തരാർത്ഥം അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതുമാണ്. വഴിയെ വരാനിരിക്കുന്ന നടപടിയുടെ സൂചന തന്നെയായിരുന്നു അത് ഇന്ന ദിവസം ഇത്രാമത്തെ മിനിറ്റിൽ സംഭവിക്കും എന്ന് നിശ്ചയിക്കേണ്ടതില്ല അതിൻ്റെ മേൽ. അല്ല, നമ്മൾ CPM പോലെ ഒരു പാർട്ടി അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് നമുക്ക് ഇന്ന സമയത്ത് എന്ന് പറഞ്ഞ് മുഹൂർത്തം കുറിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ നേതാക്കന്മാർക്കോ ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ EP ജയരാജൻ എന്ന് പറഞ്ഞ LDFൻ്റെ കൺവീനറുടെ അസാന്നിധ്യം കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്. അദ്ദേഹം ആരുടെ അടുത്തായിരുന്നു? അദ്ദേഹം ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയുടെ സപ്തതി അങ്ങനത്തെ മറ്റ് ആഘോഷങ്ങളുടെ കാര്യങ്ങളുടെ പുറകെ പോയിരിക്കുകയായിരുന്നു. CPM അവരുടെ രാഷ്ട്രീയ പ്രചരണ ആയുധമായിട്ട് വരെ ഉപയോഗിച്ച നവകേരള സദസ്സിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്തും LDF കൺവീനർ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് MV ഗോവിന്ദനും EP ജയരാജനുമായിട്ടുണ്ടായ തർക്കവിതർക്കങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പദവി സംബന്ധിച്ചുള്ള അതിർത്തിയും എല്ലാം ഉണ്ട്. VM സുധീരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒരു ഉദാഹരണം ഇടത് ക്യാമ്പിലുള്ള ആരെങ്കിലും പറഞ്ഞാൽ ഇതിനേക്കാൾ മോശമാകും സാഹചര്യം. മുല്ലപ്പള്ളി എവിടെയൊക്കെ സഹകരിക്കുന്നു എന്ന ചോദ്യം വന്നാലും ഈ പറയുന്ന ഈ K സുധാകരനും VD സതീശനും പുറപ്പെട്ട് വന്നല്ലോ. അപ്പോൾ മുല്ലപ്പള്ളി എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നമുക്ക് ആ വിഷയം അവിടെ വിടാം, അതായിരിക്കും നിങ്ങൾക്കും ഭംഗി. ചോദ്യം അതല്ല. ഇതിലൂടെയൊക്കെ ഊളിയിട്ട് രക്ഷപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അതിലേക്ക് എന്തേ ജിൻഡോ വിരൽ ചൂണ്ടാത്തത്? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവടക്കം ഇന്നീ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ പോലും അതെന്താണ്? ഈ വിവാദ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കമാ എന്നൊരക്ഷരം ജാവദേക്കർ മിണ്ടിയിട്ടുണ്ടോ? അപ്പോൾ അതൊരു വലിയ അജണ്ടയാണ്. അത് LDFനെ മാത്രം വലവീശി പിടിക്കുന്ന ഒരു അജണ്ടയല്ല, നിങ്ങളിലേക്കും വലവീശുന്ന അജണ്ടയാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ വരാത്തത്. ഇവരാരും മാനായോ മാരീചനായോ ഒക്കെയാണ് ഇവർ പ്രത്യക്ഷപ്പെടുക അവരുടെ സൗകര്യാർത്ഥം. ഇന്നിപ്പോൾ ഈ നിർണായകമായ തീരുമാനമെടുത്തല്ലോ, അതിലേത്ത് എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ വിശദീകരണവുമായി BJP വരികയുണ്ടായോ? അപ്പോൾ അതെന്താണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടാത്തത് ജിൻഡോ?
അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, BJPക്ക് വേണ്ടിയിട്ട് ബി ടീമായിട്ട് പണിയെടുത്തത് LDF കൺവീനർ EP ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങളാണ്. അതുമാത്രമല്ല, പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത് നടക്കുന്നത്. തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ അരയും തലയും മുറുക്കി നിന്ന് രംഗത്തിറങ്ങിയത് നമുക്കറിയാം. ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വോട്ടോ അല്ല, ഞാൻ നിങ്ങളെ തകർക്കുന്ന A ടീമായി പിണറായി, പിന്നെ BJPയെ ജയിപ്പിക്കുന്ന B ടീമായി പിണറായി, അങ്ങനെ പറഞ്ഞു പോകണം. ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് നിങ്ങൾക്കാണ്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞങ്ങൾക്കുണ്ടായ 75,000 വോട്ടിന്റെ നഷ്ടം പറയുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ഓ LDF-ഓ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒറ്റ വോട്ട് പോലും പുതിയതായിട്ട് ചേർത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ചേർത്ത പുതിയ വോട്ടുകളൊക്കെ എവിടെ പോയി? അപ്പോൾ ഈ പോയ വോട്ടുകൾ മുഴുവൻ എവിടെ നിന്നാണ്, എങ്ങനെയാണെന്ന് നമ്മൾ ചുണ്ണാമ്പ് തൊട്ട് എണ്ണാൻ പറ്റുമൊന്നുമില്ല. ഈ വോട്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് പോലീസ് സംവിധാനം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. BJPക്ക് ജയിക്കാൻ സ്ഥാനാർത്ഥിക്ക് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിമാരാണ്, മിടുക്കന്മാരാണെന്ന് EP ജയരാജൻ പറഞ്ഞപ്പോൾ LDF നേതൃത്വം ഇടപെട്ടോ, CPM നേതൃത്വം ഇടപെട്ടോ? LDF കൺവീനർ ആയിട്ടുള്ള EP ജയരാജൻ എന്റെ ചോദ്യം, നിങ്ങൾ ഈ CPM-നെ പറ്റി പറയുന്ന വിമർശനത്തിൽ നിങ്ങൾ മറന്നുപോകുന്ന BJPയുമായി ബന്ധപ്പെട്ട തന്ത്രത്തിലെ നിങ്ങളുടെ മറുപടി എന്ത്? അല്ല, BJP നമ്മൾ മറക്കുന്നില്ലല്ലോ. BJP ആരാ മറക്കുന്നത്? BJPക്ക് ജയിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ഇപ്പോൾ മുകേഷുമായി ബന്ധപ്പെട്ട വിഷയം, LDF-ലെ ഒരു MLA ആയിട്ടുള്ള മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ നിലപാട് നമ്മൾ കണ്ടില്ലേ? BJPക്ക് അകത്ത് രണ്ടഭിപ്രായമാണ് ആ വിഷയത്തിൽ. അപ്പോൾ BJPയും CPM-ഉം ഒരേ നാണയത്തിന്റെ ഒരേ വശമായിട്ട് നിൽക്കുന്നു. ഇപ്പുറത്ത് കോൺഗ്രസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇവർ കാലങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതിലൊരു EP ജയരാജനെ ബലി കൊടുത്തുകൊണ്ട് പിണറായി വിജയന്റെ മുഖം രക്ഷിക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം അദ്ദേഹത്തിന്റെ ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികളെല്ലാം തന്നെ സംഘപരിവാറിന്റെ ശൈലിക്ക് അനുസൃതമായിട്ടുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഭരണ സംവിധാനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടേ അല്ല കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്കായ ഒരു കാര്യം, CPM-ന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അതിന്റെ കാരണം അവർ അതിഥികളെ തരുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് EP-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് ആളെ തരില്ല എന്നാണ്. അതേസമയം മുകേഷ് വിഷയത്തിൽ ആളെ തരാമെന്നുമാണ്. അതുകൊണ്ടാണ് CPM-ന്റെ പ്രത്യക്ഷ സാന്നിധ്യം ഈ പാനലിൽ ഇല്ലാത്ത.